ക്ലാസ് 9 ന്യൂ SCERT സിലബസ് ചാപ്റ്റർ 3 ഹിസ്റ്ററി പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 3 ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഭൂമി ദാനം ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ശതവാഹന രാജാക്കന്മാരാണ്. ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്നവരാണ് ശതവാഹന രാജാക്കന്മാർ. അപ്പോൾ ഭൂമി ദാനം ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച രാജാക്കന്മാരാരാണ്? ശതവാഹന രാജാക്കന്മാർ. 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി ഗുപ്ത രാജാക്കന്മാർ അധികാരത്തിൽ വന്നു. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഹര്യങ്ക രാജവംശത്തെക്കുറിച്ചും ശിശുനാഗ രാജവംശം, നന്ദരാജവംശം, അതിനുശേഷം നന്ദരാജവംശത്തെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതുവരെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വരുന്ന രാജവംശമാണ് ഗുപ്ത രാജാക്കന്മാർ. ഇപ്പോൾ ഗുപ്ത രാജവംശ സ്ഥാപകനാണ് ശ്രീഗുപ്തൻ. ഇതിൽ വരുന്ന രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ എന്നിവർ. അപ്പോൾ രാജാക്കന്മാരുടെ ആരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? ഹര്യങ്ക രാജവംശം. ഹര്യങ്ക രാജവംശത്തിൽ ആരാണ്? ബിംബിസാരനും അജാതശത്രുവും. അതിനുശേഷം ശിശുനാഗ രാജവംശത്തിലാണ് ശിശുനാഗൻ വരുന്നത്. നന്ദരാജവംശത്തിൽ മഹാപത്മനന്ദൻ. നന്ദവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BC 321 ചന്ദ്രഗുപ്ത മൗര്യ രാജ്യം സ്ഥാപിച്ചു. ഇനി അതിനുശേഷം 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കിയാണ് ഗുപ്ത രാജാക്കന്മാർ അധികാരത്തിൽ വരുന്നത്. ഗുപ്ത രാജവംശ സ്ഥാപകനാണ് ശ്രീഗുപ്തൻ. ഈ ഗുപ്ത രാജവംശത്തിൽ വരുന്ന രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ എന്നിവർ. ഇനി ഈ ശതവാഹന രാജാക്കന്മാർ ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് നൽകിയത്. എന്നാൽ ഗുപ്ത രാജാക്കന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകി. അപ്പോൾ ഭൂമി ദാനം ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ശതവാഹന രാജാക്കന്മാരാണ്. അവർ ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് നൽകിയത്. എന്നാൽ ഗുപ്ത രാജാക്കന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങൾ കൂടി നൽകി. സാമന്ത വ്യവസ്ഥ ഓർ ഇന്ത്യൻ ഫ്യൂഡലിസം. എന്താണ് ഇന്ത്യൻ ഫ്യൂഡലിസം അഥവാ സാമന്ത വ്യവസ്ഥ? സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർ മേൽത്തട്ടിലുള്ളവർക്ക് നികുതിക്ക് പുറമെ ചെയ്തു കൊടുത്തിരുന്ന സൗജന്യ സേവനങ്ങളാണ് എന്ത്? സാമന്ത വ്യവസ്ഥ അഥവാ ഇന്ത്യൻ ഫ്യൂഡലിസം. കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനകൾ അറിയപ്പെട്ടിരുന്നത് ശ്രേണികൾ അഥവാ ഗിൽഡുകൾ എന്ന പേരിലാണ്. നഗരത്താർ ഓർ നഗരശ്രേഷ്ഠിൻ. നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്നത് നഗരത്താർ ഓർ നഗരശ്രേഷ്ഠിൻ എന്നാണ്. വ്യാപാര പ്രമുഖരാണ് നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നിവർ. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാൻ ശൂദ്രരെ കൃഷിക്കാർ എന്നാണ് വിളിച്ചത്. ഇനി ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്നവർ അറിയപ്പെട്ടിരുന്നത് അന്ത്യജർ എന്നാണ്. അപ്പോൾ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തു നിന്നിരുന്ന വിഭാഗങ്ങളാണ് അന്ത്യജർ. അന്ത്യജരിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്നവരാണ് ചണ്ടാലർ, അതായത് ശ്മശാന പാലകരാണ് അവർ. പിന്നെ ചർമ്മകാരകർ, തോൽ ഊറക്കിടുന്നവർ, ഇവരൊക്കെയാണ് അന്ത്യജർ എന്ന വിഭാഗത്തിൽ പെടുന്നവർ. ആരൊക്കെയാണ് അന്ത്യജരിൽ പെടുന്നവരാണ്? ചണ്ടാലർ അഥവാ ശ്മശാന പാലകർ, ചർമ്മകാരർ അഥവാ തോല് ഊറക്കിടുന്നവർ. ഇനി വഘാടക റാണിയായിരുന്നത് പ്രഭാവതി ഗുപ്തയാണ്. വഘാടക റാണിയായിരുന്ന രാജകുമാരി ആരാണ്? പ്രഭാവതി ഗുപ്ത. ഉയർന്ന ജാതിയിലെ പുരുഷനും താഴ്ന്ന ജാതിയിലെ സ്ത്രീയും തമ്മിൽ വിവാഹം നടന്നാൽ അതിനെ പറയുന്നത് അനുലോമ വിവാഹം എന്നാണ്. ഉയർന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്ന ജാതിയിലെ പുരുഷനും തമ്മിൽ വിവാഹം നടന്നാൽ അതിനെ പറയുന്നത് പ്രതിലോമ വിവാഹം എന്നാണ്.
ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലമാണ് സി 5-ാം നൂറ്റാണ്ട്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലം. അപ്പോൾ സി 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പാടലിപുത്രം കേന്ദ്രമാക്കിയിട്ട് ഗുപ്തരാജാക്കന്മാർ അധികാരത്തിൽ വരുന്നത്. ഗുപ്തരാജവംശ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. ഇനി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലം സി 5-ാം നൂറ്റാണ്ടാണ്. ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? സമുദ്രഗുപ്തനെ പറ്റി അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ പറയുന്നു. അപ്പോൾ ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ആര്? സമുദ്രഗുപ്തൻ. ഇദ്ദേഹത്തെ പറ്റി അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ പറയുന്നുണ്ട്. ഗുപ്തകാലത്തെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷൻ ആയിരുന്നു. ആരായിരുന്നു? ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷൻ. അറിയപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തെ പ്രശസ്തി സി 2-ാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട രുദ്രരാമൻ്റെ ജുനഗഡ് പ്രശസ്തിയാണ്. അപ്പോൾ ഏറ്റവും പഴയ പ്രശസ്തി ഏതാണ്? ജുനഗഡ് പ്രശസ്തി. അതാരാണ്? രുദ്രരാമൻ്റെ ജുനഗഡ് പ്രശസ്തി. പ്രയാഗ പ്രശസ്തി അലഹബാദ് പ്രശസ്തി എന്നും അറിയപ്പെടുന്നു. ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്ന ഹരിസേനനാണ് സംസ്കൃത ഭാഷയിൽ ഈ പ്രശസ്തി എഴുതിയത്. അപ്പോൾ പ്രയാഗ പ്രശസ്തി എഴുതിയത് ആരാണ്? പ്രയാഗ പ്രശസ്തി എഴുതിയത് ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്ന ഹരിസേനൻ. ഹരിസേനൻ്റെയാണ് പ്രയാഗ പ്രശസ്തി. അപ്പോൾ ഈ പ്രയാഗ പ്രശസ്തിയിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? സമുദ്രഗുപ്തനെ കുറിച്ചാണ് പ്രയാഗ പ്രശസ്തിയിൽ, അതായത് അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ പ്രതിപാദിക്കുന്ന രാജാവ് സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്തൻ സി 5-ാം നൂറ്റാണ്ടിൽ ഭരണം നടത്തിയിരുന്ന സമുദ്രഗുപ്തനെ കുറിച്ചാണ് അലഹബാദിലെ പ്രയാഗ പ്രശസ്തിയിൽ പറയുന്നത്. ഈ പ്രയാഗ പ്രശസ്തി എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്ന ഹരിസേനനാണ് ഇത് തയ്യാറാക്കിയത്. ദശാവതാര ക്ഷേത്രം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ദേവ്ഗഡിലാണ് ദശാവതാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിഗാവയിലെ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. തിഗാവയിലെ വിഷ്ണു ക്ഷേത്രം എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. നാച്ന കുധാര പാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ പന്നയിലാണ്. ലോകപ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകൾ വളരെ പ്രശസ്തമാണ്. ഈ മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകളിലെ ചില ചിത്രങ്ങൾ രചിക്കപ്പെട്ടത് അല്ലെങ്കിൽ വരയ്ക്കപ്പെട്ടത് ഗുപ്ത കാലഘട്ടത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഗുപ്തകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചിരുന്നു. ഇനി നമുക്ക് ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ചില കൃതികളെക്കുറിച്ചൊക്കെ നോക്കാം. അഭിജ്ഞാനശാകുന്തളം നാടകമാണ്. എഴുതിയത് കാളിദാസനാണ്. കുമാരസംഭവം ഒരു കാവ്യമാണ്. അത് എഴുതിയത് കാളിദാസനാണ്. മൃച്ഛകടികം നാടകമാണ്. ശൂദ്രകൻ്റെ നാടകമാണ് മൃച്ഛകടികം. സ്വപ്നവാസവദത്ത നാടകമാണ്. ഭാസൻ്റെ നാടകമാണ് സ്വപ്നവാസവദത്ത. ത്രികണ്ഠി വ്യാകരണമാണ്. ഭർതൃഹരിയുടെ വ്യാകരണമാണ് ത്രികണ്ഠി. അമരകോശം നിഘണ്ടുവാണ്. അമരസിംഹൻ്റെ നിഘണ്ടുവാണ് അമരകോശം. അപ്പോൾ ഒന്നുകൂടി പറയാം, ഗുപ്ത കാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തിന് വളരെയധികം പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ചില കൃതികൾ ഏതൊക്കെയാണ്? അഭിജ്ഞാനശാകുന്തളം കാളിദാസൻ്റെ നാടകമാണ്. കുമാരസംഭവം കാളിദാസൻ്റെ കാവ്യമാണ്. മൃച്ഛകടികം ശൂദ്രകൻ്റെ നാടകമാണ്. സ്വപ്നവാസവദത്ത ഭാസൻ്റെ നാടകമാണ്. ത്രികണ്ഠി ഭർതൃഹരിയുടെ വ്യാകരണ ഗ്രന്ഥമാണ്. അമരകോശം അമരസിംഹൻ്റെ നിഘണ്ടുവാണ്. ഇനി ഈ ഗുപ്ത കാലഘട്ടത്തിൽ നിലനിന്ന ഷഡ് ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിലാണ് ഷഡ് ദർശനങ്ങൾ രൂപപ്പെട്ടു വന്നത്. അത് ഏതൊക്കെയാണ്? സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, വേദാന്തം, മീമാംസ. ഇവയാണ് ഷഡ് ദർശനങ്ങൾ. ഇനി ഓരോ ദർശനങ്ങളുടെയും വക്താക്കൾ ആരൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. PSC സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. സാങ്ക്യദർശനം വക്താവ് കപിലനാണ്.
യോഗദർശനം പതഞ്ജലിയാണ്, ന്യായദർശനം ഗൗതമനാണ്, വൈശേഷിക ദർശനം കണാദനാണ്, വേദാന്ത ദർശനം ബാദരായണയാണ്, മീമാംസ ജെമിനിയാണ്. അപ്പം ഒന്നുകൂടി പറയാം. ഷഡ്ദർശനങ്ങൾ ഏതൊക്കെയാണ്? സാങ്ക്യം കപിലൻ, യോഗം പതഞ്ജലി, ന്യായം ഗൗതമൻ, വൈശേഷികം കണാദൻ, വേദാന്തം ബാദരായണ, മീമാംസ ജെമിനി. സാങ്ക്യം കപിലൻ, യോഗം പതഞ്ജലി, ന്യായം ഗൗതമൻ, വൈശേഷികം കണാദൻ, വേദാന്തം ബാദരായണ, മീമാംസ ജെമിനി. ഇനി ഗുപ്ത കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ചില ശാസ്ത്രകൃതികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിത, ഇത് ജ്യോതിശാസ്ത്ര കൃതിയാണ്. ഇപ്പോൾ ബൃഹത് സംഹിത രചിച്ചതാരാണ്? വരാഹമിഹിരൻ. വരാഹമിഹിരൻ്റെയാണ് ഏത്? ബൃഹത് സംഹിത, ജ്യോതിശാസ്ത്ര കൃതിയാണ്. ഇനി ആര്യഭടൻ്റെ ആണ് ആര്യഭടീയം. ഇതിൽ ഗണിതമാണ് പ്രതിപാദിക്കുന്നത്. ആര്യഭടൻ്റെ കൃതിയാണ് ആര്യഭടീയം. ബൃഹത് സംഹിത എഴുതിയത് വരാഹമിഹിരനാണ്. അമരസിംഹൻ്റെയാണ് അമരകോശം. ഇത് വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്. അമരകോശം വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്. ഇപ്പോൾ വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിത, ആര്യഭടൻ്റെ ആര്യഭടീയം, അമരസിംഹൻ്റെ അമരകോശം. ഇനി 4-ാം നൂറ്റാണ്ടിൽ ഡൽഹിക്കടുത്ത് മെഹ്റൗളിയിൽ നിൽക്കുന്ന ഇരുമ്പ് സ്തംഭം, ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിൽ. അപ്പോൾ ഡൽഹിക്കടുത്ത് മെഹ്റൗളിയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പ് സ്തംഭം ഗുപ്ത കാലഘട്ടത്തിൽ 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഗുപ്ത കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ നമ്മൾ ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഗുപ്തകാലം നിലനിൽക്കുന്ന സമയത്ത് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് പല്ലവരും പാണ്ഡ്യരുമായിരുന്നു. ഡൽഹിക്കടുത്തുള്ള മെഹ്റൗളിയിൽ നിലനിൽക്കുന്ന ഇരുമ്പ് സ്തംഭം സ്ഥാപിക്കപ്പെട്ടത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഗുപ്ത കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് ആരൊക്കെയാണ്? പല്ലവരും പാണ്ഡ്യരുമാണ്. പല്ലവരുടെ തിരക്കേറിയ തുറമുഖമാണ് മഹാബലിപുരം. മറ്റൊരു തുറമുഖമാണ് നാഗപട്ടണം. അപ്പോൾ പല്ലവരുടെ 2 തുറമുഖങ്ങളാണ് മഹാബലിപുരവും നാഗപട്ടണവും. പാണ്ഡ്യരാജ്യത്തെ വ്യാപാരത്തിൻ്റെ സവിശേഷതയാണ് വണിക സമൂഹങ്ങൾ. നമ്മൾ ശ്രേണികളെക്കുറിച്ച് പറഞ്ഞു അല്ലേ? കച്ചവട സംഘങ്ങളാണ് ശ്രേണികൾ അഥവാ ഗിൽഡുകൾ. അതുപോലെ പാണ്ഡ്യരാജ്യത്തെ വ്യാപാര സമൂഹങ്ങൾ അറിയപ്പെട്ടിരുന്നത് വണിക സമൂഹങ്ങൾ എന്നാണ്. ഉത്തരേന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെട്ട കച്ചവട സമൂഹങ്ങൾ ദക്ഷിണേന്ത്യയിൽ വണിക സമൂഹങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമിയെ ബ്രഹ്മദേശം എന്നാണ് വിളിക്കുന്നത്. ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് അഗ്രഹാരങ്ങൾ. ദേവന് അഥവാ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് ദേവദാനം. അപ്പോൾ ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമിയെ ബ്രാഹ്മണദേശമെന്നും ദേവന് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയെ ദേവദാനം എന്നും അറിയപ്പെടുന്നു. ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളെ നമ്മൾ പറയുന്നത് അഗ്രഹാരങ്ങൾ എന്നാണ്. പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ 1 രചിച്ച കൃതിയാണ് മത്തവിലാസ പ്രഹസനം. ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. മത്തവിലാസ പ്രഹസനം രചിച്ചത് ആരാണ്? പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മനാണ് മത്തവിലാസ പ്രഹസനം രചിച്ചത്. പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് ദ്രാവിഡ ശൈലി. ഇപ്പോൾ ദ്രാവിഡ ശൈലി രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? പല്ലവരുടെ കാലഘട്ടത്തിലാണ് ദ്രാവിഡ ശൈലി രൂപപ്പെട്ടത്. നഗരവാസര ക്ഷേത്ര നിർമ്മാണ ശൈലി ഉത്തരേന്ത്യയിലാണ്, ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യയിൽ. അപ്പോൾ 2 തരം ക്ഷേത്ര നിർമ്മാണ ശൈലികളാണ്. അതിൽ നഗരവാസര ക്ഷേത്ര നിർമ്മാണ ശൈലി ഉത്തരേന്ത്യയിൽ രൂപപ്പെട്ടതും ദ്രാവിഡ ശൈലി രൂപപ്പെട്ടത് ദക്ഷിണേന്ത്യയിലുമാണ്. പാണ്ഡ്യരുടെ കാലത്തെ പ്രശസ്ത നിർമ്മിതികളാണ് മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗം ക്ഷേത്രം എന്നിവ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഗുപ്തകാലഘട്ടത്തെക്കുറിച്ചാണ്. ഗുപ്തകാലഘട്ട സമയത്ത് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് പല്ലവരും പാണ്ഡ്യരുമാണ്.
ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ രീതി നഗരവാസര ക്ഷേത്ര നിർമ്മാണ രീതിയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ ശൈലിയാണ്. പാണ്ഡ്യരുടെ കാലത്തെ പ്രശസ്ത നിർമ്മിതികളാണ് മധുര മീനാക്ഷി ക്ഷേത്രവും അതേപോലെ തന്നെ ശ്രീരംഗം ക്ഷേത്രവും. മാമല്ലപുരം എന്നറിയപ്പെടുന്ന മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാമല്ലപുരം അല്ലെങ്കിൽ മഹാബലിപുരം. പഞ്ചപാണ്ഡവരെ സൂചിപ്പിക്കുന്ന 5 ക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പ കലയുടെ പ്രതിപാദിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഏതൊക്കെയാണ്? പഞ്ചപാണ്ഡവരെ സൂചിപ്പിക്കുന്ന 5 ക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പകലയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ ചാപ്റ്ററായ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.